നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലിയേക്കര മടവാക്കരയിൽ 89 വയസ്സുള്ള പുലിയടത്ത് കൃഷ്ണൻ എന്ന വയോധികൻ കൊല്ലപ്പെട്ട വീടിന് മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ വീടിനകത്താണ് കൃഷ്ണൻ തനിച്ച് താമസിച്ചിരുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന മകൻ 54 വയസ്സുള്ള രാധാകൃഷ്ണനാണ് പിതാവിനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ചുറ്റികയ്ക്ക് തലയ്ക്കടിച്ചാണ് കൃഷ്ണനെ മകൻ രാധാകൃഷ്ണൻ കൊലപ്പെടുത്തിയത്. ഈ വീട്ടിൽ കൃഷ്ണൻ തനിച്ചാണ് താമസിച്ചിരുന്നത്. മൂത്ത മകൻ മുരളീധരൻ്റെ വീടാണിത്. മുരളീധരനും ഭാര്യയും താമസിക്കുന്നത് ചെങ്ങാലൂരാണ്. ഒരു ഫാം നടത്തുന്നതുമായി ബന്ധപ്പെട്ടവർ ചെങ്ങാലൂരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഈ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന രണ്ടാമത്തെ മകൻ രാധാകൃഷ്ണനും പിതാവ് കൃഷ്ണനും തമ്മിൽ കാലങ്ങളായി സ്വത്ത് തർക്കം നിലനിൽക്കുന്നുണ്ട്. ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട്. പല കേസുകളും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അച്ഛനും മകനും തമ്മിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു വൈരാഗ്യമാണ് പിതാവിനെ കൊലപ്പെടുത്താൻ കാരണമായി മകൻ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് മകൻ രാധാകൃഷ്ണൻ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഈ വീടിനകത്ത് കയറുകയും പിതാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ആയിരുന്നു. ഇപ്പോൾ പുതുക്കാട് പോലീസ് SHO ആദം ഖാൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയുടെ വീട്ടിൽ നിന്നും ചുറ്റിക, കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ സംഭവം താൻ കൃത്യം എങ്ങനെയാണ് കൃത്യം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് വിവരിക്കുകയും ചെയ്തു. തുറന്നു കിടക്കുന്ന വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടാണ് പ്രതി ഈ വീടിനകത്തേക്ക് കയറിയത്. തുടർന്ന് പിതാവുമായി തർക്കമുണ്ടാവുകയും പിതാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇപ്പോൾ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഫോറൻസിക് വിദഗ്ധരടക്കം തെളിവെടുപ്പ് നടത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും പാലിയേക്കരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ ഒരു വയോധികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ കേസിലും പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കൊലപാതകം നടക്കുമ്പോൾ നാട് നടുങ്ങിയിരിക്കുകയാണ്. ഏതായാലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതാണ് ഒരു ആശ്വാസമാകുന്നത്. അങ്ങനെ പിതാവിനെ കൊലപ്പെടുത്തിയ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പുതുക്കാട് പോലീസിൻ്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ പ്രതിയുടെ വീട്ടിൽ എത്തി പ്രതി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിയെ ഇനി സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള തൊട്ടടുത്താണ് കൊലപാതകം നടന്ന വീടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പ്രതി രാധാകൃഷ്ണൻ പിതാവിനെ കൊലപ്പെടുത്തിയ വിവരം അദ്ദേഹം ഇപ്പോൾ പോലീസിനോട് പറയുകയും ആ സംഭവത്തിൻ്റെ വിവരങ്ങൾ നൽകുകയുമാണ്. ഇപ്പോൾ വീട് പടി കടന്ന് പ്രതി എങ്ങനെയാണ് താൻ തൊട്ടടുത്ത് താമസിക്കുന്ന പിതാവിനെ കൊലപ്പെടുത്താനായിട്ട് പോയത് എന്നത് പോലീസിനോട് വിവരിക്കുകയാണ്. ഏതായാലും പ്രതിയുടെ വീട്ടിൽ നിന്നും ആയുധം കണ്ടെടുത്തിരിക്കുന്നു. ആ പ്രതിയെ ഇപ്പോൾ കൊലപാതകം നടന്ന വീട്ടിലേക്ക്, പിതാവിനെ കൊലപ്പെടുത്തിയ വീട്ടിലേക്ക് പോലീസ് എത്തിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കൃഷ്ണൻ തനിച്ച് താമസിച്ചിരുന്ന ആ വീട്. ഈ വീടിനകത്താണ് പിതാവ് കൃഷ്ണൻ തനിച്ച് താമസിച്ചിരുന്നത്. ആ വീട്ടിലേക്ക് കടന്നത് എങ്ങനെയാണ് എന്ന് പ്രതി പോലീസിനോട് വിവരിക്കുകയാണ്. ഇപ്പോൾ കൊലപാതകം നടന്ന വീട്ടിലേക്ക് പ്രതിയെ പോലീസ് എത്തിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താൻ കൃത്യം നടത്തിയത് എങ്ങനെയാണ് എന്ന്, പിതാവിനെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് പ്രതി ഇപ്പോൾ പോലീസിനോട് വിവരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം എങ്ങനെയാണ് വീടിനകത്ത് കയറിയത് എന്നൊക്കെ പോലീസിനോട് അദ്ദേഹം വിവരിക്കുകയാണ്.
കാട്ടാനക്കൂട്ടം അങ്കണവാടിക്ക് മുകളിലേക്ക് എണ്ണപ്പന മറിച്ചിട്ടു. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിലാണ് സംഭവം. ഫാക്ടറിക്ക് സമീപം അതിരപ്പള്ളി ഡിവിഷനിൽ ബ്ലോക്ക് 17 വരുന്ന അങ്കണവാടിയുടെ മുകളിലേക്കാണ് പന മറിച്ചിട്ടത്. അങ്കണവാടിക്ക് സമീപത്തെ സൗരോർജ വൈദ്യുതി വേലി തകർത്താണ് കാട്ടാനക്കൂട്ടം അകത്ത് കടന്നത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. 4 ആനകളാണ് കണ്ണപ്പന തോട്ടത്തിലേക്ക് എത്തിയത്. ഷെഡിന് സമീപം നിന്നിരുന്ന എണ്ണപ്പന ഇവ മറിച്ചിടുകയായിരുന്നു. തുടർന്ന് എണ്ണപ്പന തിന്ന് തീർത്ത ശേഷമാണ് ആനകൾ മടങ്ങിയത്. ഭാഗികമായി മാത്രം കേടുപാടുള്ളതിനാൽ അങ്കണവാടി പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ചുറ്റുമുള്ള ഫെൻസിംഗ് തകർത്താണ് ആനക്കൂട്ടം എണ്ണപ്പന തോട്ടത്തിലേക്ക് കടന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഭക്ഷണശാലകളിലും നിർമ്മാണ യൂണിറ്റുകളിലും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും പൊതുജനാരോഗ്യ വിഭാഗവും സംയുക്തമായി വിജിലൻസ് പരിശോധന നടത്തി. പരിശോധനയിൽ ഉപയോഗയോഗ്യമല്ലാത്തതും പഴകിയതുമായ ആഹാര സാധനങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുകയും മതിയായ ശുചിത്വ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതുമായ സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വന്ന സ്ഥാപനം അടപ്പിച്ചു. പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജോൺ ബോസ്കോ, ടി കെ സലീഷ്, കമാൽജിത്ത്, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വി ടി ബാലൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. KSFEയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി ലൂർദ്പുരം GUPSന് വിവിധ ഉപകരണങ്ങൾ കൈമാറി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷയായിരുന്നു. KSFE മാനേജിംഗ് ഡയറക്ടർ SK സനിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക റിൻസി ജോൺ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ CC ബൈജു, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ CC ബിജു, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, PTA പ്രസിഡന്റ് ഷാജി തോമസ്, അനറ്റ് ഷാജു എന്നിവർ പ്രസംഗിച്ചു. KSFEയുടെ CSR പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയത്തിലേക്ക് CCTV ക്യാമറ, ഇൻവെർട്ടർ, പ്രിന്റർ, വാട്ടർ ടാങ്ക്, പമ്പ് സെറ്റ് എന്നിവ കൈമാറി. നീറ്റ്, നെറ്റ് പരീക്ഷകൾ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ആമ്പല്ലൂർ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ആന്റണി കുറ്റൂക്കാരൻ, MP വർഗീസ്, സനൽ മഞ്ഞളി, ഭാഗ്യവതി ചന്ദ്രൻ, പ്രിൻസൻ തയ്യാലയ്ക്കൽ, K രാജേശ്വരി, TT ബെന്നി, ജെൻസൺ കണ്ണത്ത്, ജിമ്മി മഞ്ഞളി, MP വർഗീസ്, സിജോ പുന്നക്കര, PS ദിനിൽ, PS ദിനിൽ, O വിജയൻ, ജയൻ കുവക്കാടൻ, KD ഷാജി, ഹരൺ ബേബി, റോസ് മേരി, പിൻഡോ മഞ്ഞളി, KS മനോജ് കുമാർ, CG ടൈറ്റസ്, ജോസ് ചുക്കിരി, സന്തോഷ് പാറേക്കാടൻ, ചന്ദ്രൻ പുതിയേടത്ത് എന്നിവർ പ്രസംഗിച്ചു. ദില്ലിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കേന്ദ്രസേനയുടെയും ഡൽഹി പോലീസിന്റെയും അതിക്രമത്തിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജോജു നേതൃത്വം നൽകി. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, ഷാജു കാളിയങ്കര, സിജു പയ്യപ്പള്ളി, രജനി സുധാകരൻ, ജസ്റ്റിൻ ആറ്റുപുറം, ജയൻ തെക്കുംപുറം, CJ ആന്റണി, ലിൻസൺ പല്ലൻ, വർഗീസ് തെക്കേത്തല തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്തത് ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പോലീസ് അക്രമത്തിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഹസൻ വില്ലത്ത് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശാലിനി ജോയ്, രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ജില്ലാ സെക്രട്ടറി ബെന്നി തൊണ്ടുങ്ങൽ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AB പ്രിൻസ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ പിയൂസ്, KN നൌഷാദ്, സുജീഷ്, സായൂജ്, ജേക്കബ് തേക്കാനത്ത്, ജേക്കബ് ചേരങ്ങാടൻ, സജി ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജെയ്നി സിജോ, സുഹൈൽ,
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി എഡ്വിൻ വിൽസൺ, KSU ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രിൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരിമുക്ത സമൂഹ സൃഷ്ടി ലക്ഷ്യമിട്ട് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ICCS കോളേജിന് നാഷണൽ സർവീസ് സ്കീം, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് യൂണിറ്റുകളുടെയും വിവിധ സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO KN മനോജ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ലഹരി വസ്തുക്കൾക്കും മയക്കുമരുന്നിനുമെതിരെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഇരിങ്ങാലക്കുട ECO വിമുക്തി കോർഡിനേറ്റർ TK സന്തോഷ്, ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ നീന മാത്യു എന്നിവർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. ICCS കോളേജ് പ്രിൻസിപ്പൽ P. വിപിൻ ആന്റണി, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലം, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ KS ജിഷാദ, ലില്ലി ബേബി, പഞ്ചായത്ത് അംഗം റോസ്ലി തോമസ്, ICCS കോളേജ് യൂണിയൻ ചെയർമാൻ സൂര്യകൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ GHSS മുപ്ലിയം, വിമലജ്യോതി ഹൈസ്കൂൾ, CGMA ഹൈസ്കൂൾ, ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,500 രൂപയും പവന് 1,80,000 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.